എങ്കി വേഗം പോയി പഴംപൊരി ഉണ്ടാക്ക്. എപ്പോഴും തീറ്റയുടെ വിചാരമുള്ളൂ. ഞാൻ എന്റെ ഭാര്യക്ക് കവിത പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാ ഉണ്ടാക്കി തരാം സാറേ. ഞങ്ങൾ തനിച്ചുണ്ടാക്കിക്കോളാം. കിച്ചനകത്താണ് കേറി പോകരുത്. ഇത് ഞങ്ങളുടെ കിച്ചനാണ്. ഞാൻ ഡയറ്റ് ഫുഡേ തരികയുള്ളൂ. വേണമെങ്കിൽ കഴിച്ചാ മതി. എന്തൊക്കെയാണെങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട്. എന്റെ ചേട്ടാ, കുറച്ച് ചെറിയ പൂരിയായിട്ട് ഉണ്ടാക്കാൻ നോക്ക്. വായ്ക്കകത്തോട്ട് പോകുന്നില്ല. സംശയമുണ്ടോ? എനിക്ക് പൂരി ചെറുതായിട്ടുണ്ടാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ വായുടെ സൈസ് വലുതാക്ക്. നീ ബേൽപൂരി കഴിക്കേ. ചേട്ടാ, എന്റെ കടയിൽ വന്ന് ജോലി ചെയ്യുന്നു. എളുപ്പത്തിൽ ഇത് പൊരിക്കാനും പറ്റും, കൈ നിറച്ച് കാശുണ്ടാക്കാനും പറ്റും. അറിയാതെ പറഞ്ഞു പോയതാ. പച്ചമുളക് കടിച്ചതുപോലെ നീ എന്തിനാ എങ്ങനെ കിടന്ന് പറക്കുന്നത്? പോപ്പട്ടെ കഴുതേ, എടാ അതിനകത്ത് മുളക് പൊടി ഉണ്ടായിരുന്നു. എന്റെ ചേട്ടാ, കുറച്ച് വെള്ളം താ. എന്റെ ചേട്ടാ, സാധാരണ വെള്ളം കൊടുക്കാൻ പാടില്ലായിരുന്നോ? നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ അറിയാതെ പാനിപ്പൂരിക്ക് വെച്ചിരുന്ന വെള്ളം എടുത്തു കൊടുത്തത്. താങ്ക് യു. കൃത്യസമയത്ത് ട്രെയിൻ വന്നു. പോപ്പറ്റ് എന്റെ ഐസ്ക്രീം തിന്നു. അടികൈ. ബണ്ണിയുടെ തൊണ്ടയ്ക്കകത്ത് സമോസ കുടുങ്ങിയിരിക്കുകയാണ്. അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരുപാട് സമൂസയുണ്ട്. അതിൽ നിന്ന് എടുത്ത് കഴിക്കേ. എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിന് വേണ്ടി എല്ലാരും കിണർ കുഴിക്കുക, ഇവരെല്ലാവരും ചാറ്റ് കഴിക്കുക. അടികൈ. നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം വരില്ലേ? എന്റെ ആരോഗ്യത്തിന് എന്ത് പ്രശ്ന? സാറേ, ഞാൻ ഇവരോട് പറഞ്ഞതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തുനിന്ന് ഇങ്ങനെ ഒന്നും വാങ്ങി കഴിക്കരുത് എന്ന്? സോറി മാഡം. അതെ, ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയി. നാളെ മുതൽ നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത്. എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം. എന്താ മനസ്സിലായല്ലോ? ഈ സോർദാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് കഴിച്ച് ഞങ്ങൾ മൊത്തത്തിൽ മടുത്തു. ഓക്കേ, എന്നാൽ നാളെ മുതൽ പുതിയൊരു കുക്കിനെ കൊണ്ടുവരാം. ഒരുപാട് കഴിച്ചു, വീട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കുക്ക്. ഹലോ, ഇവരെന്റെ കുട്ടികളാണ്. അങ്ങ് ഇവർക്ക് വേണ്ടിട്ട് ഡയറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. കൊടുത്തേക്കാം മാഡം. നന്നായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങക്ക് തീർച്ചയായിട്ടും ജോലിയിൽ തുടരാനാകും. താങ്ക് യു മാഡം. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം കഴിച്ചാൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയി പച്ചവെള്ളം പോലും കുടിക്കില്ല. പുറത്തു പോകുമ്പോ ദാഹിച്ച പച്ചവെള്ളം കുടിച്ചല്ലേ മതിയാവൂ. ഇത് ശരിയാവൊന്നും തോന്നുന്നില്ല. ഹണി, ഇതൊരു പഴഞ്ചൊല്ലാണ്. അത് നീ മനസ്സിലാക്കണം. അദ്ദേഹം ആത്മാർത്ഥതയോടെ എന്തുണ്ടാക്കി തന്നാലും അത് വളരെ ടേസ്റ്റി ആയിരിക്കും. അത് നീ വിശ്വസിക്കും. മാഡം പറഞ്ഞതാണ് ശരി. കിച്ചൺ അപ്പുറത്താണ്. പോയി പണി തുടങ്ങിക്കോളൂ. ഇപ്പോൾ തന്നെ തുടങ്ങാം മാഡം. കുട്ടികളെ, നിങ്ങളുടെ പക്കൽ കാശുണ്ടോ? ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. കാശുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാനാകൂ. ഞാൻ ഓഫീസിലേക്ക് പോട്ടെ. ഹാവ് ഫൺ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, വേഗം വരൂ.
പോപ്പട്ടിന് പാവയ്ക്ക സൂപ്പ്, ജോർദാറിന് സാലഡ്, ഹണിക്കും മണിക്കും സ്ക്രൗച്ച്. ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല. എന്തെങ്കിലും മസാല ഇടാൻ നോക്ക്. ഇല്ല സാറേ, ഇത് ഡയറ്റ് ഫുഡാണ്. ഇത് ഒട്ടും ശരിയല്ല. സംശയമുണ്ടോ? മിണ്ടിപ്പോകരുത്, ഇത് കഴിക്കൂ. ഞങ്ങളെ ഭീഷണിപ്പെടുത്ത ഞങ്ങൾ കഴിക്കില്ല. കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കണം, കഴിക്കാത്തവർ എഴുന്നേറ്റ് പോകണം. ഞാൻ കേട്ടു ഇന്ന് നല്ലൊരു കവിത. പറഞ്ഞതാരാണെന്ന് ഉടൻ പറയൂ. അടികൈ. ഇവിടം ഇപ്പോൾ എനിക്ക് വല്ലാതെ മടുത്തു. കഴിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുത്തു. കൊള്ളാം, അടിപൊളി കവിത. കന്ന സാറേ, ഇദ്ദേഹത്തെ സൂക്ഷിച്ചോ. എടാ, ഇതൊക്കെ ഒരു കവിതയാണോ? കവിത ഞാൻ ചൊല്ലാം, കേട്ടോ നിങ്ങള്. പൂരത്തിന് നിൽക്കുന്ന ആന വിരണ്ടോടും. ഇദ്ദേഹത്തിന്റെ കവിത കേട്ടാൽ നാട്ടുകാർ തീരും. അടികൈ. കൈയൊന്നും അടിക്കില്ല. ഇതൊക്കെ ഒരു കവിതയാണോ? അതെ, ഈ കവിത കേട്ടാൽ ആൾക്കാർ ചവിട്ടും. ഈ വൃത്തികെട്ട കവിത ഞങ്ങൾക്ക് കേൾക്കണ്ട. സംശയമുണ്ടോ? ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ. എന്ത് വൃത്തികെട്ട കവിത? ഞാൻ പറയാം നല്ല നല്ല കവിതകൾ. കവിതകൾ പറഞ്ഞ് നശിപ്പിച്ചാൽ പിന്നെ ഞാൻ എന്റെ കട്കർ, ഇയാളോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലോകം മുഴുവൻ ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അടികൈ. അതെ മേഡം, ഈ കുക്ക് വളരെ അപകടകാരിയാണ്. സംശയമുണ്ടോ? സത്യാണ് മാഡം, മാഡത്തിന് ഇയാൾ അറ്റാക്ക് ചെയ്യും. ഇവര് കള്ളം പറയാണ് മാഡം. ഇത് വെറും ചീപ്പാണ്. ഇത് വെച്ച് എങ്ങനെ ആക്രമിക്കാനാകും? ശരി, എന്നാൽ എന്തിനാണിത്? ഇതിനു വേണ്ടിയാ. ശരി ശരി, ചെല്ലു, കിച്ചണിലേക്ക് ചെല്ലു. എന്റെ അമ്മേ, ഇയാൾ ഇവിടെ ഉള്ള കാലം വരേക്കും ഞാൻ ഇങ്ങോട്ട് വരികയില്ല. ഞാൻ മീറ്റിങ്ങിന് പോവുകയാണ്. രാത്രിയെ വരികയുള്ളൂ. നമ്മൾ എന്താണ് ഇനി കഴിക്കുക? ഇയാൾ എന്തുണ്ടാക്കുന്നോ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. വേഗം വാ, എന്തുണ്ടാക്കുന്നു നോക്കാം. എന്തെങ്കിലും കഴിച്ചല്ലേ മതിയാകൂ. ഹലോ. എത്തിപ്പോയി കിച്ചൺ. കൊച്ചളിയ, ഇയാൾ എന്താ പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. എടാ, കവിത എത്തിപ്പോയെന്ന് പറയുകയായിരുന്നു. കോഴി പൊരിക്കാൻ വേണം ചട്ടി. ഞാൻ ഉണ്ടാക്കി നല്ല റൊട്ടി. എങ്ങനെയുണ്ട്? എനിക്ക് സുഖം തന്നെയാ. അങ്ങേക്ക് സുഖം തന്നെയാണോ? എടാ, അദ്ദേഹം ചോദിച്ചത് നിന്റെ വിശേഷമല്ല, കവിതയെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. സംശയമുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. അങ്ങ് ഉടൻ തന്നെ പോയി ആഹാരം ഉണ്ടാക്ക്. 2 പാട്ട് കൂടെ എഴുതിക്കോട്ടെ. അങ്ങൊരു കുക്കാണ്. അങ്ങേ കൊണ്ടുവന്നത് കവിത എഴുതാൻ വേണ്ടിയല്ല, ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയാ കാശ് തരുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ ഉള്ളൂ, ഇനി നേരെ ലഞ്ച് കഴിക്കാം. മണി 2 ലഞ്ച് ഉണ്ടാക്കൂ. ഇനി കവിത പൂർത്തിയായില്ല സാറേ. എടോ, ഞങ്ങൾക്ക് വിശന്ന് കുടൽ കരിയാ. സംശയമുണ്ടോ? സാറുമാരെല്ലാം കൂടി ഡയറ്റിലല്ലേ, അതുകൊണ്ട് നമുക്ക് ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്യാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണം നല്ല മുരിങ്ങയ്ക്ക. പഴംപൊരി ഉണ്ടാക്കാൻ വേണം നല്ല ഏത്തയ്ക്ക. എങ്കി വേഗം പോയി പഴംപൊരി ഉണ്ടാക്ക്. എപ്പോഴും തീറ്റയുടെ വിചാരമുള്ളൂ. ഞാൻ എന്റെ ഭാര്യക്ക് കവിത പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാം സാറേ. ഞങ്ങൾ തനിച്ചുണ്ടാക്കിക്കോളാം. കിച്ചനകത്താണ് കേറി പോകരുത്. ഇത് ഞങ്ങളുടെ കിച്ചനാണ്. ഞാൻ ഡയറ്റ് ഫുഡേ തരികയുള്ളൂ, വേണമെങ്കിൽ കഴിച്ചാ മതി. അച്ഛാ. എടാ, നിന്നെ ഞാൻ ഇങ്ങോട്ട് വാടാ.
ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഇവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവരെ നൂഡിൽസ് ആക്കാൻ നോക്കിയായിരുന്നു. കുട്ടികളെ, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഡയറ്റ് ഫുഡ് മാത്രമേ കഴിക്കാവൂ. മാഡം, ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഇയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഇയാളൊന്നും ചെയ്യുന്നില്ല. എല്ലാ സമയവും കവിത എഴുതും, അതല്ലെങ്കിൽ കിടന്നു ഉറങ്ങും. നിങ്ങൾ എന്റെ കുട്ടികളെ പട്ടിണി കിട്ടോ? പട്ടിണി കിട്ടതില്ല, ഡയറ്റിംഗ് ചെയ്യിപ്പിക്കായിരുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് പുറത്തു പോകൂ. തന്നെ കവിത പറയാൻ വേണ്ടിയല്ലേ ഇവിടെ ജോലിക്ക് വെച്ചത്. ഗെറ്റ് ഔട്ട്. കേരളത്തിലുണ്ട് മലകൾ, ആർക്കും മനസ്സിലാവില്ല എന്റെ കവിതകൾ. സോറി കുട്ടികളെ, ഞാൻ കാരണം നിങ്ങളെ ദിവസം മുഴുവൻ പട്ടിണിയിലായി. It's all right, madam. ഡയറ്റ് നാളെ മുതൽ തുടങ്ങാം. ഇന്ന് നമുക്ക് ഡിന്നറിന് പുറത്തു പോകാം.